ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. സോ നമ്മൾ ജെറമീസ് ഫസ്റ്റ് ഹണ്ട് എന്നുള്ള സ്റ്റോറിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇറ്റ്സ് എ സ്റ്റോറി റിട്ടൺ ബൈ ആർതർ ഗർഡൻ. ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തതാണ്. ജെറമീസ് ഫസ്റ്റ് ഹണ്ട് എന്താണ് ടൈറ്റിൽ, സ്റ്റോറിയുടെ ടൈറ്റിൽ ജെറമീസ്. സോ ജെറമി ഈസ് ദ വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദി സ്റ്റോറി. ജെറമീസ് ഫസ്റ്റ് ഹണ്ട് ബിക്കോസ് എന്താണ് ജെറമിയുടെ ആദ്യ വേട്ട. അതാണ് നമ്മുടെ സ്റ്റോറിയുടെ ടൈറ്റിൽ. ജെറമിയുടെ ആദ്യ വേട്ട എന്നാണ് സ്റ്റോറിയുടെ ടൈറ്റിൽ. ഞാൻ ഡയറക്റ്റായിട്ട് സ്റ്റോറിയിലേക്ക് പോവുകയാണ്. ഞാൻ ലൈൻ ബൈ ലൈനായിട്ട് പോവില്ല, പാരഗ്രാഫ് വായിച്ചിട്ടായിരിക്കും മീനിങ്സ് ഷെയർ ചെയ്യും, സ്റ്റോറി പറഞ്ഞു തരിക. ഇറ്റ്സ് വെരി ടച്ചിങ് സ്റ്റോറി ആൻഡ് വെരി പാഷനബിൾ സ്റ്റോറി. നമുക്കൊന്നിനോടൊരു പാഷൻ ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കാമെന്നുള്ള ഒരു കാര്യം, പിന്നെ അങ്ങനെയുള്ള കുറച്ച് മീനിങ് ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് സ്റ്റോറി പോകുന്നത്. സോ കുറച്ച് ടഫ് വേർഡ്സൊക്കെ ഉണ്ട്, സോ ശ്രദ്ധിച്ചിരിക്കുക. His father said, "All set, boy," and Jeremy nodded quickly, picking up his gun with awkward mittened hands. His father pushed open the door, and they went out into the freezing dawn together, leaving the snug security of the shack, the warmth of the kerosene stove, the companionable smell of bacon and coffee. So Jeremy is one of the characters. So Jeremy, his father means his father said. ഇവിടെ സ്പീക്കർ എന്നുള്ളത് നമ്മുടെ ആർതർ ഗോർഡൻ തന്നെയാണ്. സോ അവരാണ് നമുക്ക് ജെറമിയുടെ കഥ നമുക്ക് പറഞ്ഞു തരുന്നത്. സോ ഹൂസ് ദ സ്പീക്കർ, ഹൂസ് ദ നെറേറ്റർ എന്നും കൂടെ ചോദിക്കാം, കാരണം ഒരു സ്റ്റോറിയാണ്. സ്റ്റോറിയിൽ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ കൂടെ വരാം, ഹൂസ് ദ നെറേറ്റർ എന്നുള്ളത്. സോ ഹൂസ് ദ സ്പീക്കർ ഹൂസ് ദ നെറേറ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസറാണ് ആർതർ ഗോർഡൻ എന്നുള്ളത്. സോ ദ ക്യാരക്ടേഴ്സ് ആർ ഓൺലി ജെറമി ആൻഡ് ഹിസ് ഫാദർ. ജെറമി അവൻ്റെ അച്ഛനുമാണ്, അവൻ്റെ ഫാദറുമാണ് ഇതിലെ ക്യാരക്ടേഴ്സ് എന്നുള്ളത്. സോ ഹിസ് ഫാദർ സെറ്റ്. സോ തേർഡ് പേഴ്സൺ ആണ് നമുക്ക് ഈ സ്റ്റോറി ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ ജെറമി ആൻഡ് ഫാദർ എന്നുള്ളത് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന രണ്ട് ക്യാരക്ടേഴ്സാണ്. സോ ഒരു പുറത്തുനിന്നുള്ളൊരു വ്യക്തിയാണ് നമുക്ക് ചെയ്യുന്നത്, സ്റ്റോറി ഡിസ്ക്രൈബ് ചെയ്ത് തരുന്നത്. സോ ഹിസ് ഫാദർ സെഡ്, "ഓൾ സെറ്റ്, ബോയ്." ഞാൻ വായിച്ചു, ആദ്യത്തെ പാരഗ്രാഫ് ഞാൻ വായിച്ചു. നിങ്ങളും വായിക്കണം, കൂടെ വായിച്ചു പോകണം. സോ ജെറമിയും ഫാദറും ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. ജെറമി എന്നുള്ളത് അവൻ്റെ ലോകം ഹിസ് വേൾഡ് ഈസ് ഓൾമോസ്റ്റ് അറൗണ്ട് വിത്ത് ഹിസ് ഫാദർ. അവൻ്റെ ഫാദറാണ് അവൻ്റെ ലോകം എന്നുള്ളത്. സോ അവൻ്റെ ഫാദർ എന്ത് പറയുന്നു, അല്ലെങ്കിൽ അവൻ്റെ ഫാദറിന് ആഗ്രഹത്തിന് വേണ്ടിയാണ് അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അച്ഛനോട് അത്രയേറെ പ്രിയമാണ് അവന്. സോ ബിക്കോസ് ഇനി അച്ഛനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹി വാസ് എ ഷൂട്ടർ, ഹി വാസ് എ ഹണ്ടർ. അയാൾ നല്ലൊരു വേട്ടക്കാരനാണ്. നല്ല കണ്ണിങ്ങായിട്ട് അയാൾക്ക് അത് മൃഗത്തിന് എന്ത് ഉദ്ദേശം അയാൾക്ക് നേടണമെന്നുണ്ടെങ്കിൽ അയാൾ വേട്ട ചെയ്ത് അത് എടുക്കുക. അയാൾക്ക് ഭയങ്കര പാഷനാണ് വേട്ടയോട്. പക്ഷേ ജെറമീസ് കമ്പാർലി ഓപ്പോസിറ്റ് ടു ദാറ്റ് പാഷൻ. ജെറമിക്ക് ഒരിക്കലും വേട്ടയോട് താല്പര്യമില്ല. ബിക്കോസ് ഹി ലവ്ഡ് ആനിമൽസ് ആൻഡ് ബേർഡ്സ്. അവന് ഭയങ്കര സിമ്പതിയാണ്, ഒരു പിറ്റിനെസ്സാണ്, കമ്പാഷനേറ്റാണ് ആരോട്, ആനിമൽസിനോടും ബേർഡ്സിനോടും. സോ ജെറമി ഈസ് ഓൾവേസ് ലവ്ഡ് ദാറ്റ് വൺ. ഹി വാസ് നോട്ട് ബിക്കം എൻ ഹണ്ടർ, ഹി വിൽ നോട്ട് ഏബിൾ ടു ബിക്കം എൻ ഹണ്ടർ. അയാൾ ഒരിക്കലും ജെറമി ഒരു ഹണ്ടർ ആവാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ തൻ്റെ മകൻ ഒരു നല്ല ഹണ്ടർ ആവണമെന്നാണ് അവൻ്റെ ഫാദർ വളരെയേറെ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ ഫാദറിനെ ഡിസപ്പോയിൻറ്റഡ് ചെയ്യിക്കേണ്ടെന്ന് വെച്ച് അവനും ഹണ്ടിങ്ങിലേക്ക് വരുന്നൊരു കാര്യമാണ് ഇതിൽ പറയുന്നത്. ഫസ്റ്റ് കാര്യങ്ങളൊക്കെ അതാണ് പറഞ്ഞത്. ഫസ്റ്റ് ആ പാരഗ്രാഫിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ക്ലൈമറ്റിനെ കുറിച്ചാണ്. അവർ ലൈഫ് ജീവിക്കുന്ന ആ ഒരു ഭയങ്കര മഞ്ഞുകട്ടകളൊക്കെ വീഴുന്ന സ്ഥലമാണ്. സോ ആ സ്ഥലത്ത് ഭയങ്കര ഫ്രീസിങ് ഡൗൺ ടുഗദർ, ഭയങ്കര മിറ്റൻഡ് ഹാൻഡ്സ് എന്ന് വെച്ചാൽ അത്രയേറെ ക്ലൈമറ്റ് ഭയങ്കര ഐസി ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ കാലും കൈകളൊക്കെ നമ്മുടെ മിറ്റൻഡ് മീനിങ് അതാണ്. എ ടൈപ്പ് ഓഫ് ഗ്ലൗസ് ആണ്. ഗ്ലൗസ് ഇട്ടിട്ടാണ് അവർ നിൽക്കുന്നത്. പിന്നെ ഹണ്ടിങ്ങിന് പോകുമ്പോൾ തീർച്ചയായിട്ടും ഐലൻഡിലേക്ക് പോകുന്നതുകൊണ്ട് ഗ്ലൗസ് ഇടണം അവർക്ക്. അതുകൊണ്ട് ഗ്ലൗസൊക്കെ ഇട്ട് റെഡിയാണോ എന്ന് ചോദിക്കുകയാണ്. ജെറമി നോഡഡ് എസ് എന്ന് പറയുന്നില്ല, ആ നോഡഡ് തലയാട്ടുന്നു, അതാണ് പറയുന്നത്. ആക്വേർഡ് മിറ്റൻഡ് ഹാൻഡ് അവൻ ഗ്ലൗസൊക്കെ ഇട്ടു. ഹിസ് ഫാദർ പുഷ്ഡ് ഓപ്പൺ ദ ഡോറൊക്കെ തുറന്നു. ആൻഡ് വെൻ്റ് ഔട്ട് ഇൻ ദ ഫ്രീസിങ് ഡൗൺ. പുറത്തേക്ക് പോവുകയാണ്. ഫ്രീസിങ്, വളരെ തണുപ്പാണ് കാലാവസ്ഥ, ക്ലൈമറ്റ്. സോ
icy and live in the snug security of the shack. എന്താണ് അവിടെ സ്നെഗ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ മീൻസ് എന്താണ് ഈ കാലാവസ്ഥ എന്താണ് ഭയങ്കര കോൾഡ് ആയതുകൊണ്ട് തന്നെ അവർ എന്താണ് കുറച്ച് ചൂടിന് വേണ്ടിയിട്ട് എന്താണ് കെറോസിനൊക്കെ സ്റ്റവൊക്കെ മീൻസ് എന്താണ് നമ്മൾ എന്താണ് ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ പ്രത്യേകമായിട്ട് മീൻസ് ഒരു അടുപ്പ് ഒരു ഓവൻ ഉണ്ടാവും അവർക്ക് ഈ എന്താണ് ക്ലൈമറ്റ് കുറച്ച് തണുപ്പുള്ള ഏരിയയിലൊക്കെ ആ ഓവനിലാണ് അവർ ചൂട് പിടിക്കുക. അതിൻ്റെ അടുത്ത് ഒരു റൂമിലും ഉണ്ടാവും അവർക്കത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. ആൻഡ് എന്താണ് അടുത്ത് ദ കമ്പാഷനബിൾ സ്മെൽ ഓഫ് ബാക്കൺ ആൻഡ് കോഫി. പിന്നെ അവരുടെ ഷാക്ക് എന്ന് വെച്ചാൽ ആ ഒരു ഹട്ടിനാണ് പറയുന്നത്. അവർ താമസിക്കുന്ന അവരുടെ ഹട്ട് ആ എന്നാണ് വീട് മീൻസ് അവരുടെ താമസ സ്ഥലമാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദേ സ്മെൽഡ് ജെറമി സ്മെൽഡ് ബാക്കൺ ആൻഡ് കോഫി. ബാക്കൺ ആൻഡ് കോഫി, ബാക്കൺ ഉദ്ദേശിക്കുന്നത് ഈ പിഗിൻ്റെ ഈ എന്താണ് പന്നിയുടെ കാല് എന്താണ് പൊരിച്ചിട്ടുള്ള ആ ഒരു സ്മെല്ല്, ആ ഒരു ഫ്രൈ ആക്കിയിട്ടുള്ള ആ ഒരു സ്മെല്ലാണ് ബാക്കൺ എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഓൾസോ കോഫി സ്മെല്ല് അതൊക്കെ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. സ്റ്റോറി ഡിസ്ക്രൈബ് ചെയ്യാണ്, ബാക്ക്ഗ്രൗണ്ടൊക്കെ ഡിസ്ക്രൈബ് ചെയ്താണ്. അതാണ് ആ ഫസ്റ്റ് പാരഗ്രാഫ്. ഇനി വായിച്ചു നോക്കുക. The next paragraph. They stood for a moment in front of the shacks, their breaths white in the icy air. Ahead of them was only the vast expanse of marsh and water and sky. Ordinary Jeremy would have asked his father to wait while he fussed around with his camera, trying to record the bleak arrangements of black and grey and silver. But not this morning. This was the morning, solemn and sacred, when 14-year-old Jeremy was to be initiated into the mystic rites of duck shooting. ആ പാരഗ്രാഫ് എന്താണെന്ന് വെച്ചാൽ എന്താണ് അവർ എന്താണ് ഹണ്ടിങ്ങിന് വേണ്ടി പുറപ്പെടുകയാണ്, വേട്ടയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. സോ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഷാക്ക് എന്താണ് ദേ ഗോ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഷാക്ക്, കം ഇൻ ഫ്രണ്ട് ഓഫ് ദ ഷാക്ക് മീൻസ് ആ ഒരു ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹട്ട് പുറത്തേക്ക് കടക്കുകയാണ്. ദേ ബ്രീത്ത്സ് വൈറ്റ് ഇൻ ദ ഐസി എയർ ബിക്കോസ് എന്താണ് ക്ലൈമറ്റിൽ എന്താണ് എൻവയോൺമെൻറ്റൽ ഐസി ആയതുകൊണ്ട് തന്നെ അവരുടെ ബ്രീത്തിൽ അവരുടെ വായുവിൽ തന്നെ എയറിൽ തന്നെ എന്താണ് ഭയങ്കര എന്താണ് വൈറ്റ് മീൻസ് എന്താണ് മീൻസ് നമ്മൾ തണുപ്പുള്ള സമയത്തൊക്കെ എന്താണ് ബ്രീത്ത് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഒരു പുക പോലെ എന്താണ് വായിൽ നിന്ന് പോകുന്നത്. ആ ഒരു എന്താണ് ക്ലൗഡി ആയിട്ട് പോകുന്നത് നമുക്ക് ഫോഗായിട്ട് പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഈ ഉദ്ദേശിക്കുന്നത്. അത്രത്തോളം എന്താണ് അന്തരീക്ഷം അത്രത്തോളം തണുത്തിട്ടാണ്, ഐസി ആണെന്ന് തന്നെ പറയാം. അത്ര മഞ്ഞുകട്ടകളാൽ പൊതിഞ്ഞിട്ടുള്ള ഒരു പ്രഭാതമാണ് നമുക്കവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആ ഒരു ഡോൺ മീൻസ് എന്താണ് ഫ്രീസിങ് ഡോൺ എന്നാണ് പറയുന്നത് ഫസ്റ്റ് പാരഗ്രാഫ് തന്നെ. ഫ്രീസിങ് ഡോൺ അവിടെ കണ്ടില്ലേ, ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട് ഇവിടെ ഫ്രീസിങ് ഡോൺ എന്നവിടെ പറയുന്നുണ്ട്. അതാണ് പറയുന്നത്. ആക്ച്വലി എന്താണ് എൻവയോൺമെൻറ്റ് സോ ഫ്രീസി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ എന്താണ് അവരുടെ their breaths white in icy air. Ahead of them was only the vast expanse of marsh and water and sky. Marsh means ചതുപ്പ് നിലം. അപ്പോൾ അവരെന്താണ് ആ ഒരു സ്കൈനെ ആ ഒരു മീൻസ് അവരുടെ ആ ചതുപ്പ് നിലവും കാര്യങ്ങളും മീൻസ് അവരുടെ ആ ഒരു സോയിലിനെ കുറിച്ചാണ് പറയുന്നത് ഈ മാർഷ് എന്നുള്ളത്. ഓർഡിനറിലി ജെറമി വുഡ് ഹാവ് ആസ്ക്ഡ് ഹിസ് ഫാദർ. സോ എന്താണ് അവിടെയാണ് നമുക്ക് ആ ക്യാമറ എന്നുള്ള പറയുന്നുണ്ട്. ഫാദർ ടു വെയിറ്റ് വൈൽ ഹി ഫ്യൂസ്ഡ് അറൗണ്ട് വിത്ത് ഹിസ് ക്യാമറ. സോ എന്താണ് ട്രൈങ് ടു റെക്കോർഡ് ദ ബ്ലീക്ക് അറേഞ്ച്മെൻറ്റ് ഓഫ് ബ്ലാക്ക് ആൻഡ് ഗ്രേ ആൻഡ് സിൽവർ. അവിടെ ആ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് ബേസിക്കലി എന്താണ് ഫാദർ വാസ് എ ഹണ്ടർ. ഫാദർ ഇസ് എന്താണ് ഫാദർ ഈസ് വെരി പാഷനേറ്റ് ടു ഹണ്ടിങ്. ബട്ട് ജെറമി ഈസ് നോട്ട് ഇൻട്രസ്റ്റിംഗ് ടു ദാറ്റ്. എന്താണ് ജെറമി ഒരിക്കലും എന്താണ് ഹണ്ടിങ്ങിനോട് ഇഷ്ടപ്പെടുന്നില്ല, വേട്ട എന്നുള്ളത് അവൻ്റെ ലക്ഷ്യമല്ല. ഹി വാസ് ബിക്കം ടു എന്താണ് എ ഫോട്ടോഗ്രാഫർ. അവനെന്താണ് ഏറ്റവും ഇഷ്ടം ഫോട്ടോഗ്രാഫിയാണ്. അവന് എന്താണ് ഫോട്ടോ എടുക്കുക, വൈൽഡ് ആനിമൽസിനെ ഫോട്ടോ എടുക്കുക, അവൻ്റെ ഇഷ്ടങ്ങൾ അതാണ്. ആ ഒരു ഫോട്ടോഗ്രാഫർ ആവുക എന്നുള്ളതാണ് അവൻ്റെ സ്വപ്നം. അതാണ് ആ ക്യാമറയെക്കുറിച്ച് അവിടെ മെൻഷൻ ചെയ്യുന്നത്. ഫാദറിൻ്റെ ഒപ്പം പോകുന്നത് വേട്ടയ്ക്കാണെങ്കിലും അവനെന്താണ് ഒപ്പം അവൻ്റെ ഒരു ക്യാമറ, അവൻ്റെ സുഹൃത്താണ് ആ ക്യാമറ എന്നുള്ളത്. ആ ഒരു സുഹൃത്തിനെയും കൂടെ കൂട്ടുകയാണ് അവൻ്റെ ഒപ്പം. അങ്ങനെയാണ് അവൻ്റെ ആ ഒരു ക്യാമറ മീൻസ് അതൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങളുമൊക്കെ റെഡിയാക്കി വെക്കുന്നതാണ് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ദിസ് വാസ് ദ മോർണിംഗ് സോളം ആൻഡ് സീക്രട്ട്. ദെൻ ആ ഒരു മോർണിംഗിൻ്റെ ഇമ്പോർട്ടൻസ് ഫാദർ പറയാണ്. ദിസ് വാസ് ദ മോർണിംഗ്. ഫാദർ അല്ല അവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് മീൻസ് നെറേറ്റ് ചെയ്യുന്നത് ആദർ ഗോർഡനാണ്. സോ ദാറ്റ് മോർണിംഗ് ഈസ് വെരി സീക്രട്ട് മോർണിംഗ്, വെരി സോളം. സോളം മീൻസ് റിലീജിയസ് സെറിമണീനൊക്കെ സോളം എന്ന് പറയാം.
സോ എന്താണ് വളരെ സീക്രട്ടായിട്ടുള്ള വളരെ പരിശുദ്ധമായ ഒരു ദിവസമാണ് അന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിക്കോസ് എന്താണ് വെൻ 14-year-old ജെറിമി, അവിടെയാണ് ആ ഏജ് മെൻഷൻ ചെയ്യുന്നത്. ജെറിമി ഈസ് ഓൺലി 14-year-old ബോയ്, അവനൊരു 14 വയസ്സുള്ള കുട്ടിയാണ്. ആ 14-year-old ബോയ് വാസ് ടു ഇനീഷ്യേറ്റഡ് ഇൻ ടു മിസ്റ്റിക് റൈറ്റ്സ്. മിസ്റ്റിക് റൈറ്റ്സ് എന്ന് വെച്ചാൽ റിലീജിയസ് റൈറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്, റൈറ്റ്സ് എന്ന് വെച്ചാൽ റിലീജിയസ് ആയിട്ടുള്ള സെറിമണീസിനെയാണ് ഈ റൈറ്റ്സ് എന്ന് പറയാം. ഈ സോളം എന്നുള്ളത് ഡിഗ്നിറ്റിയാണ് കേട്ടോ. ഡിഗ്നിറ്റി വളരെ ഡിഗ്നീഷ്യസ് ആയിട്ടുള്ള ഭയങ്കര സീക്രഡ് ആയിട്ടുള്ള ആ ദിവസമാണിന്ന്. ബിക്കോസ് എന്താണ്, ജെറിമി ഈസ് ഗോയിങ് ടു ബിക്കം എ ഡക്ക് ഷൂട്ടിംഗ്. എന്താണ് ജെറിമി എന്നുള്ള ആ ഒരു 14 വയസ്സുള്ള 14-year-old ബോയ് ഗോയിങ് ടു ബിക്കം ഡക്ക് ഷൂട്ടിംഗ്. ഡക്ക് ഷൂട്ടിങ്ങിന് വേണ്ടി പോവുകയാണ് അവൻ. ഡക്ക് ഷൂട്ടിംഗ് ആണ് ഫസ്റ്റ് വേട്ട എന്നുള്ളത്. ഡക്സിനെയാണ് അവൻ വേട്ടയാടുന്നത്. അവനെ വേട്ടയാടിപ്പിക്കാൻ, അത് മീൻസ് അവനൊരു വേട്ടക്കാരനാക്കാൻ വേണ്ടിയിട്ടാണ് ഫാദറിൻ്റെ പുറപ്പാട്. ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ പാരഗ്രാഫ്. നെക്സ്റ്റ്, and he had hated the whole idea ever since his father had bought him a gun, had taught him to shoot clay pigeons, and promised him a trip to this island in the bay. But he was determined to go through with it. He loved his father, wanted more than anything in the world his approval. If only we could conduct himself properly this morning, he knew that he would get it. സോ എന്താണ്, ആൻഡ് ഹി ഹേറ്റഡ് ഇറ്റ് ബിക്കോസ് എന്താണ് പിന്നെ പറയുന്നത് അവൻ്റെ ഇഷ്ടക്കേടുകൾ, മീൻസ് ബിക്കോസ് ഹി നോട്ട് ഇൻട്രസ്റ്റിംഗ് ടു എന്താണ് ഹണ്ടിങ്, അതൊക്കെയാണ് പിന്നെ ഡിസ്കസ് ചെയ്യുന്നത്. അവനത് താല്പര്യമില്ല. ബിക്കോസ് അവന് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബിക്കോസ് ഓൺലി ഫോർ ഹിസ് ഫാദർ, അച്ഛന് വേണ്ടി മാത്രം. ബിക്കോസ് എന്താണ്, ഹി ലവ്ഡ് ഹിസ് ഫാദർ ദാറ്റ് മച്ച്. അവൻ അവൻ്റെ അച്ഛനെ അത്രയേറെ ഇഷ്ടപ്പെടുന്നു, അത്രയേറെ പ്രിയപ്പെട്ടതാണ്. സോ ഹി വാസ് ഗോയിങ് ടു എന്താണ് ടുഗദർ വിത്ത് ഹിസ് ഫാദർ, അച്ഛൻ്റെ ഒപ്പം പോവുകയാണ്. ബിക്കോസ് അവിടെയാണ് ഹി ലവ്ഡ് ഹിസ് ഫാദർ. അവൻ എന്താണ് അച്ഛനെ എന്താണ് സ്നേഹിക്കുന്നു. എന്താണ് വാണ്ടഡ് മോർ ദൻ എനിത്തിങ്, എല്ലാത്തിനും ഉപരി അവൻ്റെ ഇഷ്ടങ്ങൾക്കും ഉപരി എന്താണ് ഹി ലവ്ഡ് ഹിസ് ഫാദർ മോർ ദൻ എനിത്തിങ്. എന്തിനേക്കാൾ ഉപരി എന്താണ് അവൻ്റെ അച്ഛനോടാണ് അവന് ഏറ്റവും പ്രിയം. അവിടെ ആ ഒരു ഫാദർ സൺ റിലേഷൻഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതേ ആ പാരഗ്രാഫിലുള്ളൂ. നെക്സ്റ്റ്, ദേ കെയിം ടു ദ ബ്ലൈൻഡ് ആൻഡ് നാരോ camouflaged pit facing the bay. In it was a bunch of shell for shotgun shells, nothing else. Jeremy sat down tensely, waited while his father waded out with an armful of decoys. Light was pouring into the sky now. Far down the bay of string ducks went by, etched against the sunrise. Watching them, Jeremy felt in his stomach contract. ദെൻ പറയാണ്, ദേ കെയിം ടു ദ ബ്ലൈൻഡ്, മീൻസ് എന്താണ് അവർ ഒരു ഐലൻഡിലേക്ക് പോവുകയാണ്. അവർ അവിടുന്ന് വേറൊരു ഐലൻഡിലേക്ക് ഹണ്ടിങ്ങിന് വേണ്ടി പോവുകയാണ്. ഈ എന്താണ് കോംഫ്ലേറ്റഡ് എന്നുള്ളതിൻ്റെ മീനിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഹൈഡിങ് സംതിങ് വിത്ത് പെയിൻസ് ലീവ്സ് എക്സെട്ര. എന്താണ് എന്തിനെങ്കിലും മീൻസ് എന്താണ് ഹൈഡ് മീൻസ് എന്താണ് ഈ വേട്ടയാടുമ്പോൾ ഈ ബേ സൈഡിൽ എന്താണ് ഒരു സ്ട്രീം അല്ലെങ്കിൽ ഒരു പുഴയുടെ അരികിലാണ് ഒരു തടാകമുണ്ട് അവിടെ. അത് തടാകത്തിൻ്റെയൊക്കെ അടുത്താണ് ഇവർ നിൽക്കുന്നത്. ഈ മരങ്ങളൊക്കെ എന്താണ് ഇതിനെ മറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ ഒരു ഡിസ്ക്രൈബ് ചെയ്യണം, ആ ഒരു മീൻസ് അറ്റ്മോസ്ഫിയറിൽ ആ ഒരു സീനിനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഇവിടെ ഉള്ളത്. ജെറിമീസ് സെറ്റ് ഡൗൺ ടെൻസ്ലി. പക്ഷേ ഇതൊക്കെ ചെയ്യണ എന്താണ് ഫാദർ എന്താണ് ഈ ഗണ്ണൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വളരെ എന്താണ് വേട്ടയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കി നിൽക്കുകയാണ്. എന്താണ് ഡക്ക് ഷൂട്ടിങ്ങിന് വേണ്ടി ഭയങ്കര കെയർഫുള്ളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഫാദർ. ജെറിമി ആണെങ്കിൽ എന്താണ് ഭയങ്കര ടെൻഷനാണ്. ഹി വാസ് വെരി മച്ച് ടെൻസ്ഡ് ബിക്കോസ് ഹി ലവ്ഡ് ആനിമൽസ് ആൻഡ് ബേർഡ്സ്. അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ എന്താണ് മൃഗങ്ങളോട്. ആ വേഡഡ് എന്നതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ വാക്ക് വിത്ത് എൻ എഫേർട്ട് ത്രൂ വാട്ടർ ഓർ മഡ്. മീൻസ് ആ ഫാദർ വെയിറ്റഡ് വിത്ത് ഹിസ് ഫാദർ വേഡഡ് ഔട്ട് വിത്ത് എൻ ആംഫുൾ ഡീക്കോയ്സ്. ഡീക്കോയ്സ് മീൻസ് എന്താണെന്ന് വെച്ചാൽ എ ബേർഡ് ഓർ ആനിമൽ. അച്ഛൻ എന്താണ് ഈ ഒരു മീൻസ് എന്താണ് നമ്മൾ ചെറിയ ഇരയെ പിടിച്ചിട്ട് വലിയ ഇരയെ പിടിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ വേട്ട എന്നുള്ള അതാണ്. നമ്മൾ വേട്ടയാടുമ്പോൾ എന്ന് വെച്ചാൽ ആദ്യം കാണുക നമ്മൾ ചെറിയ ഇരയാണ്. ആ ചെറിയ ഇര എന്നുള്ളതും വലിയ ഇരയെ കിട്ടാനുള്ള ഒരു ടെക്നിക്കാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഫാദറിൻ്റെ ഓരോ മൂവ്മെൻറ്റും കാര്യമൊക്കെയാണ്. അവർ വേടെന്ന് വെച്ചാൽ ഈ എന്താണ് വളരെ എഫേർട്ടബിളായിട്ടുള്ള വളരെ പ്രയാസമേറിയ മീൻസ് എന്താണ് വാട്ടറും മഡും ചളിയൊക്കെ നിറഞ്ഞ ഒരു പ്രദേശമാണ്. ചതുപ്പ് നില എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആദ്യം. ലൈറ്റ് വാസ് പോറിങ് ഇൻ ടു ദ സ്കൈ നൗ. മീൻസ് എന്താണ് പ്രഭാതം ഇങ്ങനെ വന്നിട്ടേ ഉള്ളൂ. മീൻസ് കംപ്ലീറ്റ് ആയിട്ട് വെളിച്ചമൊന്നും അവിടെ എത്തിയിട്ടില്ല. ഫാർ ഡൗൺ ദ ബേ ഓഫ് സ്ട്രിങ് ഡക്സ് വെൻസ് ബൈ എച്ച്ഡ് അഗെയിൻസ്റ്റ് സൺറൈസ്. വാച്ചിങ് ദ ജെറിമി ഫെൽറ്റ് ഇൻ സ്റ്റൊമക് കോൺട്രാക്ട്. ഇവനിതൊക്കെ കാണുമ്പോൾ ഭയങ്കര സ്ട്രെയിനാണ് അവനിതൊക്കെ. മീൻസ് അവൻ്റെ വയറിൽ നിന്ന് സ്റ്റൊമക് കോൺട്രാക്ട് ചെയ്യാന്ന് വെച്ചാൽ
എന്താണ് നമുക്ക് ടെൻഷൻ കൂടുമ്പോൾ നമുക്ക് മീൻസ് എന്താണ് നമ്മുടെ വയറിനെ അത് ബാധിക്കും. വയറ്റിൽ നിന്ന് ഒരു എരിച്ചിലൊക്കെ ഉണ്ടാകും നമുക്ക് ഈ ടെൻഷൻ ഉണ്ടാകുമ്പോൾ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കൂടുതൽ നമ്മൾ ആങ്സൈറ്റി ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് വയറിനെ അത് വല്ലാത്ത രീതിയിൽ സ്റ്റൊമക്കിനെ കോൺട്രാക്റ്റ് ചെയ്യിക്കും. അതാണ് അവിടെ മെൻഷൻ ചെയ്തത് അവൻ്റെ കണ്ടീഷൻ. To ease the sense of dread, he took a pitcher of his father's silhouetted against the quicksilver water. Then he put the camera hastily on the shelf and picked up his gun. ദെൻ എന്താണ് അവൻ്റേതായിട്ടുള്ള മീൻസ് അച്ഛൻ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് അവൻ്റെ സ്വപ്നങ്ങളിലൂടെ മറക്കുകയാണ്. അവൻ ക്യാമറ ഓപ്പൺ ചെയ്ത് ക്യാമറയിലേക്ക് നോക്കി ക്യാമറയിലേക്ക് നോക്കി എന്താണ് അതിനെ വാച്ച് ചെയ്യാണ്. അച്ഛൻ ചെയ്യുന്ന ഷൂട്ടിംഗ് ആണെങ്കിൽ അവൻ എന്താണ് അതിൻ്റെ മനോഹര ദൃശ്യങ്ങൾ അവൻ്റെ ഉള്ളിലേക്ക് എന്താണ് ഏർജ് ചെയ്യാണ്. സോ ഇത് ഞാനിപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് സ്റ്റോറി കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. സ്റ്റോറി വിട്ടു പോകരുത്.